എമ്പുരാൻ എന്ന ചിത്രം ഉയർത്തിവിട്ട വിവാദങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്, കെട്ടടങ്ങിയിട്ടില്ല. അതിനോടൊപ്പമാണ് എമ്പുരാൻ എന്ന ചിത്രത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ അണിയറ ശില്പികളെ അന്വേഷിച്ച് ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ വരവായി. അതായത് നിർമ്മാതാവിനെ അന്വേഷിച്ച് ED എത്തി എന്ന് കേൾക്കുന്നു. അതിലെ സംവിധായകന് ആദായ നികുതിക്കാർ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നും കേൾക്കുന്നു. ഇനി കാര്യമായിട്ടുള്ളത് അതിൻ്റെ തിരക്കഥാകൃത്തും പ്രധാന നടനും മാത്രമാണ്. അവർക്ക് രണ്ടുപേർക്കും NIA, CBI അങ്ങനെ വീണ്ടും വേറെയും ഏജൻസികൾ കുറേ കിടക്കുന്നുണ്ടല്ലോ. അതെല്ലാം വന്നുകൂടായികയില്ല. ഈ അവസ്ഥയിൽ രാജ്യത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സംസാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ ഏറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചും കാര്യമായ ആലോചനകൾ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതൊന്നും തന്നെ കേന്ദ്രത്തിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലിരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയോ അവർക്ക് തിരുത്തലിനുള്ള അവസരമൊരുക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ എമ്പുരാൻ എന്ന ചിത്രത്തിലെ പ്രമേയം ഇന്ത്യയിൽ ഒരു പ്രത്യേക സംസ്ഥാനത്ത് ഉണ്ടായ സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് കേൾക്കുന്നു. അതിൽ വാസ്തവമുണ്ട് താനും. അത് എല്ലാ പബ്ലിക് ഡൊമൈനുകളും പൊതുവായി 2002 മുമ്പുള്ള ആളുകളുടെ ഓർമ്മകളിലും സജീവമായി കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനി പരിഹാരം എന്താണ്? ഇനി അടുത്ത കുറേ നൂറ്റാണ്ടുകളിലേക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതിൽ ഒരു ഔചിത്യക്കുറവ് കാണുന്നുണ്ട്. അതേസമയത്ത് അതിനെക്കുറിച്ച് പറയുന്നവരുടെ വായ പൊത്തിപ്പിടിക്കുന്നതിന് പകരം അവരെ ആ തെറ്റ് ഒരു തെറ്റാണെന്ന് സമ്മതിക്കുകയും, തെറ്റാണെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ ഭരണകൂടം അതിനെ അംഗീകരിക്കുകയും അതിന് പ്രായശ്ചിത്തം ചെയ്യുകയുമാണ് വേണ്ടത്. എന്താണ് പ്രായശ്ചിത്തം? ആ കുറ്റകൃത്യങ്ങൾക്ക് കാരണക്കാരായ കുറ്റവാളികളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനോ അഥവാ ശിക്ഷിക്കപ്പെട്ട് പുറത്തു വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കാനോ മെനക്കെടാതെ അവർക്ക് അർഹമായ ന്യായമായ ശിക്ഷ വാങ്ങിക്കൊടുത്തുകൊണ്ട് തങ്ങളുടെ കൈകളിൽ പുരണ്ടിരിക്കുന്ന രക്തത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ലോക ചരിത്രം പരിശോധിച്ചാൽ ഒരു സിംഹാസനങ്ങളും സമാധാനത്തിൽ കെട്ടിയുയർത്തപ്പെട്ടവയല്ല. എല്ലാ സിംഹാസനങ്ങൾക്ക് കീഴിലും മനുഷ്യ കബന്ധങ്ങളുണ്ട്. രക്തപങ്കിലമായ ചരിത്രത്തിലൂടെയാണ് സാമ്രാജ്യങ്ങളും രാജ്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ ജനാധിപത്യം ഇവക്കെല്ലാം ഒരു അറുതി വരുത്തിയെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നെങ്കിലും ഹിറ്റ്ലർ പോലും ജനാധിപത്യത്തിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലെത്തുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൽ തീർച്ചയായും അതിൻ്റെ തത്വസംഹിതകൾക്ക് നിരക്കാത്ത രീതിയിലും ഭരണാധികാരങ്ങൾ ഉണ്ടായിത്തീരാം എന്നതിന് ഉദാഹരണങ്ങൾ വേറെയുമുണ്ട് ചരിത്രത്തിൽ. ഈ അവസ്ഥയിൽ വേണം നമുക്ക് ചിന്തിക്കാനുള്ളത്, തെറ്റുകൾ പറ്റാത്ത ഒരു സാമ്രാട്ടുമില്ല, രാജാവുമില്ല. ആ തെറ്റുകളിൽ, ആ വീഴ്ചകളിൽ അവിടെ കിടന്ന് ഉരുളാതെ ആ വീഴ്ചകളിൽ നിന്ന് എഴുന്നേറ്റ് അതിന് ന്യായമായ പരിഹാരം എന്താണ് എന്ന് അന്വേഷിക്കാൻ മെനക്കെടുകയാണ് അവർ വേണ്ടത്. അങ്ങനെ ചെയ്ത പാപത്തിൻ്റെ കറ അല്പമെങ്കിലും കഴുകിക്കളയാനാവും എന്ന് പറയാം. ഒരു സാധാരണ ഒരു സംസാരത്തിൻ്റെ രീതിയിലാണ് ഈ പറയുന്നത്. ഇത് വലിയ തത്വശാസ്ത്ര രീതിയിലല്ല. അപ്പോൾ ഇപ്പോൾ എമ്പുരാൻ എന്ന ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഭരണകൂടത്തെക്കുറിച്ചിട്ടുള്ള രസകരമല്ലാത്ത, സുഖകരമല്ലാത്ത കാര്യങ്ങൾക്ക് ഇന്ത്യൻ ഭരണകൂടം തങ്ങളുടെ അധികാരം വിട്ടൊഴിഞ്ഞ് ഇറങ്ങിപ്പോകണമെന്ന് ആർക്കും പറയാനാവില്ല, പറഞ്ഞിട്ട് കാര്യവുമില്ല. പകരം ഈ ഇന്ത്യൻ ഭരണകൂടം ഇതിനെക്കുറിച്ച് പറയുന്നവരോട് പ്രതികാര നടപടികൾ എടുക്കുന്നതിന് പകരം ഇതേക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് അതിൽ വല്ല വാസ്തവമുണ്ടോ, അതിൽ സത്യമുണ്ടെങ്കിൽ
അതിന് പരിഹാരം തേടുകയാണ് വേണ്ടത്. അതിലൊരു പരിഹാരമാണെന്ന് നേരത്തെ പറഞ്ഞത്, അതിൽ കുറ്റവാളികളായി കാണുന്നവരെ മാന്യമായി അർഹമായ രീതിയിൽ ജനാധിപത്യ രീതിയിൽ തന്നെ ശിക്ഷകൾക്ക് വിധേയമാക്കി തങ്ങൾക്ക് സംഭവിച്ച കളങ്കം കഴുകിക്കളയാൻ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. അതല്ലാതെ ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ, ചിത്രം കണ്ടു എന്നതിൻ്റെ പേരിൽ, ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ അവരുടെയൊക്കെ പുറകെ കേന്ദ്ര ഏജൻസികളെ വിട്ട് പ്രതികാര നടപടി ചെയ്യുക എന്നുള്ളത് അത്ര ഗുണകരമല്ല. അതേസമയത്ത് ഇപ്പോൾ ED-യുടെയോ ഇൻകം ടാക്സിൻ്റെയോ അന്വേഷണങ്ങൾ, ഈ ചിത്രത്തിൻ്റെ അണിയറ ശില്പികളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഈ ചിത്രവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യവുമില്ല. വാസ്തവത്തിൽ അങ്ങനെ പെടുത്തുന്നില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കാരണം അത് നേരത്തെയുള്ള മറ്റു കാരണങ്ങളുടെ പേരിലാണ് അവരെ അന്വേഷിച്ച് വന്നിട്ടുള്ളത് എന്നാണ് പേര് പറച്ചിൽ. എങ്കിലും സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നത് ചിത്രത്തിൽ കാണിച്ചതുപോലെ തന്നെ ഈ സർക്കാരിനെ എന്തെങ്കിലും പറയുന്നവരെ ഏജൻസികളെ വിട്ട് ഉപദ്രവിക്കും, കേസിൽ കൊടുക്കും, പീഡിപ്പിക്കും എന്നൊക്കെ ഒരു ധാരണ, ഒരുപക്ഷെ ആ ധാരണ തെറ്റായിരിക്കാം. എന്നാലും സമീപകാല ചരിത്രങ്ങളിൽ അതിനെ വിശ്വസിക്കാനാണ് കൂടുതൽ സാധാരണക്കാരെയും പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികാര നടപടിയിൽ നിന്ന് പിന്മാറി കൂടുതൽ കാലം വീണ്ടും ഈ രാജ്യം ഭരിക്കാനുള്ള അർഹത നേടാനായി ഈ സർക്കാർ ചെയ്യേണ്ടത്, അവർക്ക് പറ്റിയ തെറ്റുകൾ, അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിവിധി ചെയ്യണം, അതിനെ പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. അതിൽ പറഞ്ഞ, വീണ്ടും ആവർത്തിക്കട്ടെ, അതിൻ്റെ പരിഹാരമാണ് കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നുള്ളത്. എന്നിട്ട് അവർക്ക് മുകളിൽ, ആ കുറ്റകൃത്യങ്ങൾക്ക് മുകളിൽ കെട്ടി ഉയർത്തപ്പെട്ടതാണ് ഈ ഭരണകൂടം എന്ന ധാരണയൊന്നും ആർക്കുമില്ല. ഒരു ഭരണകൂടവും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത്ര മഹത്തരമായ തത്വസംഹിതകളിൽ, ആശയങ്ങളിൽ, സിദ്ധാന്തങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടവയൊന്നുമല്ല. എല്ലാറ്റിനു പിന്നിലും രക്തങ്ങളുടെ ചരിത്രമുണ്ട്, നിരപരാധികളുടെ രക്തമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ലോക ചരിത്രത്തിലുള്ളതാണ്. അതുകൊണ്ട് അതിൽ പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതാണ് അതിന് പരിഹാരം. പ്രായശ്ചിത്തം ഭരണം കൈവിട്ട് ഇറങ്ങിപ്പോകണമെന്നൊന്നും ആരും പറയുന്നില്ല. അധികാരത്തിൽ തുടർന്നു കൊള്ളുക, പക്ഷേ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാൻ ശ്രമിക്കുക, അധികാരത്തെ കൂടുതൽ വികലമാക്കാൻ ശ്രമിക്കാതെ, പ്രതികാരദാഹം കൊണ്ട് കൂടുതൽ വികലമാക്കാൻ ശ്രമിക്കാതെ അതിനെ കൂടുതൽ ജനാധിപത്യവൽക്കരിച്ച് ജനങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്. പകരം ജനങ്ങളോട് പ്രതികാരം ചെയ്ത് അവരിൽ നിന്ന് കൂടുതൽ അകന്നു പോകാൻ ശ്രമിക്കരുത്. അത് കൂടുതൽ ഭവിഷ്യത്തുകളെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും വരുത്തി വെക്കുകയുള്ളൂ. അതുകൊണ്ട് ഭരണകൂടങ്ങൾ അവരുടെ പ്രതികാര ബുദ്ധി ഉപേക്ഷിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് അടുത്ത്, കൂടുതൽ ജനകീയമായി, കൂടുതൽ ജനാധിപത്യപരമായി ഭരണകൂടത്തെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇപ്പോഴുള്ള സർക്കാർ അതേപടി തുടരട്ടെ. അവർ കുറച്ച് പശ്ചാത്താപവും മാപ്പപേക്ഷയും നൽകി അവരുടെ പാട്ടിന് പോകട്ടെ എന്ന അർത്ഥത്തിലല്ല. ജനാധിപത്യ സർക്കാരുകളുടെ മാറ്റം തീർച്ചയായും അനിവാര്യമാണ്. മാറ്റങ്ങൾ അനിവാര്യമാണ്. ഒരു സർക്കാരിനെ മാറ്റുമ്പോൾ തിരിച്ച് അധികാരത്തിൽ കയറുന്ന സർക്കാർ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിക്കൊള്ളണമെന്നൊന്നുമില്ല. അതിനുവേണ്ടിയാണ് ജനാധിപത്യത്തിൽ വീണ്ടും ഓപ്ഷൻ ഉണ്ട്, വീണ്ടും അവരെ മാറ്റാം. അപ്പോൾ ഈ അർത്ഥത്തിൽ ഇപ്പോഴുള്ള സർക്കാർ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്നതോടുകൂടി ഇവർക്ക് ജനാധിപത്യത്തിൻ്റെ അംഗീകൃത പ്രക്രിയയിൽ ഭാഗമാക്കാൻ കഴിയും. പകരം തങ്ങളുടെ കയ്യിലാണ് അധികാരം എന്ന ഗർവിൻ്റെ പുറത്ത് കൂടുതൽ അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അധികാരത്തിൽ പിടിച്ചു തൂങ്ങാനോ അധികാരത്തെ ദുരുപയോഗം ചെയ്യാനോ ശ്രമിക്കുന്നത് ജനങ്ങളിൽ നിന്ന് അകറ്റുകയുള്ളൂ. ആവർത്തിക്കുകയാണ്, ഭരണകൂടങ്ങൾ മാറിമറിഞ്ഞു വരുന്നതിൽ ഒരു തകരാറുമില്ല, മാറിമറിഞ്ഞ് വരേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു സർക്കാർ പോയി മറ്റൊരു സർക്കാർ മുമ്പ് അത് ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിത്തീരണം. അതിന് മെച്ചപ്പെട്ട സർക്കാരുകളുടെ മാറ്റം മാത്രമല്ല, അധികാരം കൈയാളുന്നവരുടെ മനം മാറ്റമാണ് ഇതിന് പ്രധാനം. കൊടിയുടെ നിറമോ പാർട്ടിയുടെ പേരോ ആദർശ സംഹിതകളോ മാറുന്നത് കൊണ്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല, വൈവിധ്യങ്ങളല്ലാതെ. അതേസമയത്ത് ഭരണാധികാരിയുടെ മനസ്സിൻ്റെ തലം എത്ര ഉയർന്നതാണ് എന്നതിനനുസരിച്ചിരിക്കും ഭരണം. ജനാധിപത്യ
തത്വം അനുസരിച്ചായാലും ശരി, രാജവംശങ്ങളുടെ ഭരണകൂടത്തിലായാലും ശരി, എപ്പോഴും നാം കണ്ടിട്ടുള്ളതാണ് ചരിത്രത്തിലുടനീളം ഭരണാധികാരിക്ക് രാജനീതിയെക്കുറിച്ചുള്ള അവബോധം വേണം. അത് കൃത്യമായിരുന്നാൽ ഭരണാധികാരം ശരിയായിരിക്കും. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രമോ കൊടിയോ ബാനറോ ഏതു തന്നെ ആയാലും ഭരണാധികാരികൾ കാര്യക്ഷമതയുള്ളവരും രാജ്യതന്ത്രജ്ഞതയിൽ ഉത്തരവാദിത്വബോധം കാണിക്കുന്നവരുമാണെങ്കിൽ ഭരണം നന്നായിരിക്കും. അത് ഒരു നിഷ്പക്ഷമതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന ഭരണം പോകണം എന്നൊന്നും കൃത്യമായ പാർട്ടി ബോധമുള്ളവർക്കേ അത് പറയാനാവുകയുള്ളൂ. നിഷ്പക്ഷമതികളാണ് രാജ്യത്ത് ഏറ്റവും അധികമുള്ളത്. ആ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ആ അർത്ഥത്തിൽ BJP ഗവൺമെൻറ് നിർബന്ധമായും സ്ഥാനം ഒഴിഞ്ഞ് മറ്റാരെങ്കിലും സ്ഥാനത്തിൽ അവരോധിക്കണം എന്നൊന്നും പറയാൻ നിഷ്പക്ഷമതികൾക്ക് സാധ്യമല്ല. അതേസമയത്ത് ഭരണകൂടം അതിൻ്റെ രീതിശാസ്ത്രങ്ങളിൽ കാര്യമായ അഴിച്ചുപണികൾ നടത്തിയേ തീരൂ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ.